നമ്മുടെ ഇഫക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു മിനിഞ്ഞാന്ന്, അതായത് 21-ാം തീയതി. അപ്പോൾ എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ആൾക്ക് നല്ല പനിയാണ്, ഇപ്പോഴും പനി മാറിയിട്ടില്ല, അവിടെ കിടക്കാണ്. അങ്ങനെ ഞാൻ ഇഫക്കുട്ടീനെ വിളിച്ചിട്ട് നമുക്ക് താഴെ ഡെക്കറേറ്റ് ചെയ്തേക്കണം എല്ലാം കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ താഴെ ചെന്നു. അപ്പോൾ കുട്ടി ഡെക്കറേറ്റും കേക്ക് കട്ടിങ്ങും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് കട്ടിങ്ങിൽ ഞാൻ വോയിസ് കൊടുക്കണില്ല, അതൊരു മ്യൂസിക് ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡെക്കറേഷൻ. അവിടെ ഒരു ബലൂണൊക്കെ ഉണ്ടായി, അങ്ങനെ അത് പൊട്ടിപ്പോയി. അപ്പോൾ ഇതാണ് ഡെക്കറേഷൻ. ഇത് വന്നിട്ട് മീഷോന്നാണ് മേടിച്ചത്. 180 സംതിങ് റുപ്പീസ് ആയുള്ളൂ ഫുൾ സെറ്റ്. അതായത് ആ കേക്കൊക്കെ വെച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുക. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഞാൻ ഇഫക്കുട്ടിയുടെ ഗിഫ്റ്റ് എന്തൊക്കെയാണ് കിട്ടിയെന്നുള്ളത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കട്ടാക്കാണ്ട് ഫുൾ വീഡിയോസും കാണണം കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ്ങിലേക്ക് ഞങ്ങൾ വൈകാതെ തന്നെ കിടക്കുന്നതാണ്. ഓക്കെ, അത് കാണുക. അങ്ങനെ ഞാൻ ചിക്കൻ ബിരിയാണി കഴിക്കാമായിരുന്നു. അപ്പോൾ ചിക്കൻ ബിരിയാണി വന്നിട്ട് ഓർഡർ ചെയ്യാറുണ്ടോ, കാരണം ഉണ്ടാക്കാനായിട്ടൊന്നും ഞാൻ മുതിർന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫാക്ക് ഓൾറെഡി ഇങ്ങനെ ഇരിക്കണം, പിന്നെ കുഞ്ഞൂസും അങ്ങനെ ഇരിക്കണം. എൻ്റെ ചിക്കൻ ബിരിയാണി കയറി കഴിഞ്ഞാൽ സൂപ്പറാവും. ഈ പുറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് വോയിസ് ഇടണം, അതുകൊണ്ട് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. ഇതാണ് ഫസ്റ്റ് ഗിഫ്റ്റ്, കാക്കയുടെ വക സൈക്കിളാട്ടോ. പിന്നെ എൻ്റെ ഉമ്മച്ചിയും വാപ്പച്ചിയും വന്നിട്ട് ഈ ഒരു ഫ്രോക്ക്, പിന്നെ മറ്റേ കുഞ്ഞൂസ് ബർത്ത്ഡേക്ക് ഇട്ടാണ് ഫ്രോക്കും. ഇതൊരു ക്യൂട്ട് കപ്പ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അവരുടെ 3 പേരുടെ പിക്കുള്ള കപ്പ്, അത് കാക്കായും തത്തായും മേടിച്ചു കൊടുത്താണ്. ചോക്ലേറ്റ്സും മാമയുടെ വക, എൻ്റെ വക ഒന്നും തന്നെയില്ല. അപ്പോൾ അത്രേ ഉള്ളൂ.